നിലവിൽ ആണോ നിലവിൽ ഇവിടെ നമ്മൾ കവഴുന്നത് അട്ടപ്പാറയോ അട്ടയാറ് നമ്മൾ കവഴെത്തി. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീണ്ടും മുകളിലേക്ക് കയറും. ഇതാണ് സ്ഥലം. അതിൽ ആളുകളൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുക എല്ലാവരും. പുറകിൽ കാണാനാണെങ്കിൽ അട്ടയാറ്. നമുക്കൊരു ചെറിയൊരു ക്യാമ്പ് സെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഭക്ഷണം കഴിക്കാം. നമ്മൾ താഴെ ഭക്ഷണം കഴിച്ചു, കുറച്ചൊരു മുന്നോട്ടേക്ക് കയറി. ഇനിയുള്ള വഴികൾ മൊത്തം സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. പൊന്മല കയറ്റം. പക്ഷേ പുൽമേടുകൾ താണ്ടിയിട്ടുള്ള യാത്രയാണ്. വേറൊരു അനുഭവമായിരിക്കും. രസമാണ്. കാറ്റടിക്കുന്ന ശബ്ദം കൊണ്ട് ചിലപ്പോൾ കുറേ കേൾക്കാൻ പറ്റില്ല. എന്നാലും ഫ്രണ്ടിലത്തെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. ഫ്രണ്ടിലത്തെ കണ്ടോ, പുൽമേടുകൾ. അതെ, നമ്മൾ മുന്നോട്ട് പോകാം. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ നിലവിൽ 3:30 സമയമായിട്ടുണ്ട്. നമ്മളൊരു 5:30 ആകുമ്പോഴേക്കും നമ്മൾ അത് ഫസ്റ്റ് നമ്മളെത്തും, നമ്മുടെ ബേസ് ക്യാമ്പിലെത്തും. നമുക്കവിടെ സ്റ്റേ ചെയ്യണം. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് പോകാൻ പറ്റും. കാറ്റ് ബാക്കിയുള്ള യാത്രയിൽ അങ്ങനെ ചെയ്യുന്ന തീരെ കാറ്റ്. വീഡിയോ ഞാനത് പോട്ടെ. കുറച്ച് കഴിയുമ്പോൾ ശബ്ദം മാറണം, കാറ്റിൻ്റെ ശബ്ദം. അതൊരു സംഭവമാണ്. കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോട്ടെ. പോകുന്ന വഴികൾ അടിപൊളിയാണേ. അപ്പോൾ എൻ്റെ പുറകെയുള്ള കാഴ്ച കാണാൻ പറ്റേ. വേറെ ഗംഭീര വ്യൂ ആണ്. കുറച്ച് കഴിയുമ്പോൾ വ്യൂ ആണ്. കാറ്റ് വരുന്നുണ്ട്. കാഴ്ച കാറ്റിട്ട് പോവാതെ നോക്കണം എന്ന് പറയാം. കാറ്റ് പിടിക്കും. ഹരി പാപ്പം ഇവിടെ ഫ്രണ്ടിലത്തെ വ്യൂ കാണിച്ചാ. ഫ്രണ്ട് വ്യൂ എന്തല്ല ചത്തല്ലടാ. പക്ഷെ ഇത് ഭയങ്കര കാഴ്ച. വേറൊരു തിരിച്ചു
എന്നോട് എന്തെങ്കിലും കുറച്ച് ഫോട്ടോസ് ഇടണം. ഇപ്പം എല്ലാം ഫുൾ വീഡിയോസാണ്. പോകുന്ന വഴികൾ കംപ്ലീറ്റ്ലി ഒന്ന് കാണുക. എന്താ ഭംഗി എന്ന് പറയുന്നത്. ഇത് കണ്ടോ? കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ എടുക്കാം. കൊള്ളാം. ഇത് വേറെ ടെറൈൻ കേട്ടോ, പക്ക. വേറെ കാട്ടികൾ മാത്രമേ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു ബന്ധമില്ല. അടിപൊളി. ഐ ആരും പിടിക്കണ്ട, ആരും മഴ. അവിടുന്ന് കാറ്റും അതൊക്കെ കണ്ടിട്ട് പുൽമേട് വഴി കറങ്ങി വഴി നല്ല മഴ. കിടിലൻ മഴ. മഴ തന്നെ നടക്കുക. മഴ തന്നെയാണൊരു ഭാഗ്യം വേണം. ഇത്രയും നേരം നമുക്ക് ഏകദേശം 2 കിലോമീറ്റർ അത്ര ട്രാവലിംഗ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലത്തെ വ്യൂ കാണിച്ചാടാ. വെള്ളം വീണാക്കോ എന്നാലും കുഴപ്പമില്ല. ആ പോയിട്ട് ഇറക്ക്. ഇപ്പം എത്തും. ഇതാണ് വഴി. നല്ല മഴ, നല്ല മഴ. രസമാണ്. നമ്മൾ ഇതൊക്കെ കുറേയൊക്കെ ഭഗവാന്റെ അനുഗ്രഹം. മഹർഷി അഗസ്ത്യ മഹർഷി ഇത് കാണണ്ടാവും എന്തായാലും. അത് ഭയങ്കര ഗംഭീരം. ഫോണിന് വയസ്സില്ല, ബാക്കിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഫ്രണ്ട് വ്യൂ ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കാം. എത്തുമ്പോഴേക്കും ബാക്കിയുള്ള യാത്ര. അങ്ങനെ ആ ഒരു സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ നല്ല കാട്. ഫ്രണ്ടിലത്തെ വ്യൂ കാണിച്ചാൽ കേട്ടോ, പക്ക കാട്ടികളുടെ യാത്ര. ആളുകളൊക്കെ പോകണ്ടില്ലേ. നമ്മൾ ഇപ്പോൾ ചേർന്ന ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ഫുൾ കാട്. ഓരോ സമയത്ത് നമ്മൾ ഓരോ ടെറൈനിൽ കൂടെ പോകുന്ന പറയില്ലേ, ആ അവസ്ഥയാണ്. അടിപൊളി ഒന്നും പറയല്ല. അവസ്ഥ ഒക്കെ മുകളിലത്തെ വ്യൂ കാണിച്ചത്. ഇതാണ് സംഭവം. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോകാനേ. അവിടെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇതിപ്പം നമ്മൾ മഹർഷിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അഗസ്ത്യ മഹർഷിയെക്കുറിച്ചിട്ട്. മഹർഷി ഇപ്പോൾ രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും മഹർഷിയുടെ ഇൻഫ്ലുവൻസസ് കുറേ ഉണ്ട്. നമ്മൾ അല്ലാതെയുള്ള കഥകൾ കേൾക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ രാവണ യുദ്ധത്തിൽ രാമൻ്റെ വീര്യം ചോർന്നു പോണ സമയമുണ്ട്. അപ്പോൾ സമയത്ത് അഗസ്ത്യരാണ് വന്നിട്ട് രാമന് അഗസ്ത്യ ഹൃദയ സ്തോത്രം ഉണ്ടല്ലോ,
അത് ഉപദേശിക്കുന്നത്. അതിന് ശേഷമാണ് പിന്നെ വീണ്ടും യുദ്ധത്തിന് വീണ്ടും വീര്യം കൂടുന്നതും നല്ല ഭംഗിയായിട്ട് യുദ്ധം ജയിക്കുന്നതും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള ഇൻഫ്ലുവൻസ് മഹർഷി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭൂമിയിൽ നമ്മൾ കാൽപാദങ്ങൾ വയ്ക്കുന്നത് നമുക്ക് നമ്മൾ പുണ്യമാണെന്നുള്ളതാണ്. വെറുതെ പോയി വരലല്ലാതെ കുറച്ചും കൂടെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരിക. വേറൊന്നുമില്ല, പ്രകൃതിയെ അറിഞ്ഞ് യാത്ര ചെയ്യണമെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഉള്ളിൽ നാമം ജപിക്കുക, കിട്ടുന്ന സമയത്ത് ഒന്ന് കണ്ണടച്ചിരുന്ന് കുറച്ച് മെഡിറ്റേഷൻ ചെറുതായിട്ട്, അതൊക്കെ മതി. നിലവിൽ പോകുന്ന കാഴ്ചകളാണത് കേട്ടോ. ഞാൻ മിക്കപ്പോഴും യാത്രകളിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ പോകുന്ന സമയത്ത് നമുക്കിതൊന്നും ഫീൽ ചെയ്യില്ല. നമ്മളിതെല്ലാം പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്പിരിച്വൽ ഒരു എൻലൈറ്റ്മെൻറ്റ് പോലത്തെ ഒരു അനുഭവമുണ്ട്. അത് വേറൊരു തല. അതിവിടെ ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് കണ്ണിന് ഇമ്പമുള്ള കാഴ്ചകൾ കാണാം ഒക്കെ ചെയ്യാം. പക്ഷെ ഇതല്ല, അത് കാണാം, അതൊക്കെ ചെയ്യാം, അനുഭവിക്കാം. പക്ഷെ നമ്മളുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയില്ലേ, നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മളിരുന്ന് കുറച്ചാൾ ഇരിക്കുമ്പോഴാണ് നമുക്കത് മാറ്റം വരിക. അതാണ് ഈ യാത്രകളിൽ കൂടെ നമ്മൾക്ക് മാറ്റങ്ങൾ വരുമെന്ന് പറയണേ. ഫ്രണ്ടിലത്തെ വ്യൂ ഇങ്ങനെയാണ്. ഇവിടുത്തെ കാട്ടിലെ വഴി കേട്ടോ. അവർ കയറിപ്പോണ്ട് നിലവിൽ മുന്നോട്ട് പോകണം. എന്തായാലും അവിടെ പോകാനേ കുറച്ചുകൂടിയും കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും എത്താറേ നമ്മുടെ ആദ്യ ബേസ് ക്യാമ്പ് നമ്മളെത്തും. പിന്നീട് അവിടെ കിടന്നിട്ട് രാവിലെ വീണ്ടും ട്രക്ക് ചെയ്യും. അതാണ് നമ്മുടെ അവസ്ഥ. എന്തായാലും മുന്നോട്ട് പോകാനേ. കാട്ടിക്കിടെ പോകുമ്പോൾ കാഴ്ചേട്ടാ, നല്ല മഴ, നല്ല കാറ്റ്, ഗംഭീര ആംബിയൻസ് കണ്ടോളൂ. നേരത്തെ അത്ര കയറ്റം കയറിങ്ങി ഇവിടെ അത്രയില്ല, പക്ഷെ ഇത് പക്കാവായി വേറെ ടെറൈൻ. ഓ എൻ്റെ അമ്മേ, വഴികളൊക്കെ ഉണ്ട അമ്മേ. കുറച്ച് നേരം നിങ്ങൾ പ്രകൃതിയുടെ ശബ്ദം ഒന്ന് ആസ്വദിക്കുക. കുറച്ച് വരുമ്പോൾ ഇവിടുത്തെ ആരാധനാമൂർത്തി ഞാൻ അവിടെ കുറച്ചൊന്ന് കണ്ടു. ഇവിടെ മുകളിലേക്ക് വഴിയുണ്ട്, കുറച്ച് ആരാധനാമൂർത്തികളുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ആരാധന സ്ഥലങ്ങളതൊക്കെ ഇത് കണ്ടോ. ഇതൊക്കെ വലുതാണ്.
കാണുന്ന സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇവിടെ പണ്ടത്തെ ആരാധനകളായിരിക്കും. എന്തായാലും നമുക്കിനി മധുരമല ബേസ് ക്യാമ്പിലേക്ക് 7 അഗസ്റ്റ് 6 കൂടുതൽ 6 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവന്നെ. അപ്പോൾ അത് കണ്ടല്ലോ, ഫ്രണ്ടിലൊരു ബാഗുണ്ട്, ബാക്കിലൊരു ബാഗുണ്ട്. ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കയറ്റേണ്ടി പോകും. സാരല്ല, സന്തോഷം, കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം മല കയറി നമുക്കൊരു പാങ്ങുണ്ട് ഇപ്പോൾ. പ്രശ്നമുണ്ട്. ഈ മുന്നോട്ടുള്ള വഴികളാണ്. വഴികളിൽ കാണുന്ന കാഴ്ചകൾ കുറച്ചുകൂടി ഓപ്പൺ. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഓപ്പൺ ആയല്ലേ? ഇത് ഇവിടെ ഉണ്ടല്ലോ കുറേ ആരാധനാമൂർത്തികളുടെ. കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടേക്ക് നമുക്ക് അനുമതിയില്ല. ഇവിടെയൊക്കെ ഇതുണ്ട് കേട്ടോ, ആരാധനയുണ്ട്. ഇവിടെ നമുക്ക് അനുമതി ട്രൈബ്സിൻ്റെ ആണ്. അവരുടെ ആയിട്ടുള്ള ആരാധന രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അനുമതി ഇല്ലാതെ കയറാൻ പാടില്ലേ. നമ്മളായിട്ട് ഇവിടെയൊക്കെ ഇത് നടക്കും കേട്ടോ. രാത്രിയിലൊക്കെ പരിപാടി എടുക്കും. ഇവിടെയൊക്കെ രാത്രിയിലൊക്കെ ഓരോരോ ഉണ്ടാവും. നല്ലതാണ്. തേടി കാണാം. എത്തി, നമ്മളെത്തി. ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. അവർ കയറും. അറിയില്ല. നമ്മളെത്തിയില്ല. നമ്മളങ്ങനെ നടന്ന് അതിരുമല ബേസ് ക്യാമ്പിലേക്കുള്ള വാവ്. ആദ്യമായിട്ട് അപ്പം അങ്ങനെ മുന്നോട്ട് പോവാൻ. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ, ഒരു രക്ഷയില്ല. ഇവിടെയാണ് സംഭവം, ബേസ് ക്യാമ്പ്. നമ്മളിവിടെ സ്റ്റേ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യ പടി. ഇവിടുത്തെ സ്റ്റേ ബാക്ക്. ചായയൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അമ്മേ, നമ്മളങ്ങനെ ബേസ് ക്യാമ്പിലേക്ക് എത്തി. ഇതൊക്കെ എന്താ നിസാരം. പിന്നല്ലേ ഉണ്ടായിരുന്നു. രണ്ട് കപ്പുണ്ടെന്നറാ. സോറി, മഴ കഴിക്കായിരുന്നു. മറ്റേ അവിടെ ഇത് കൊടുക്കണം, ടോക്കണല്ല, പക്ഷെ അവിടെ നിന്ന് കിട്ടിയെന്തോ ഇവിടെ കൊടുക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ചായ കിട്ടും, വട. നമ്മൾ ബേസ് ക്യാമ്പിലെത്തി. ഇപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റേ അടിക്കാൻ രാത്രി, ദിവസം രാവിലെ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും ഇവിടെ ചായയൊക്കെ ഉണ്ട്, നമുക്കത് കിട്ടും കേട്ടോ. കഴിഞ്ഞിട്ട് ബാക്കി നാളത്തെ യാത്ര രാത്രിയിലെന്ന് നോക്കാം. എന്തായാലും ബാക്കിയുള്ള യാത്ര നമശിവായ.
എല്ലാവരും ഒന്നിച്ചു വരണം. അപകടമൊന്നും ഉണ്ടാക്കല്. കാലാവസ്ഥ വളരെ മോശമാണ്. ഒരു കാഷ്വാലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ 10-20 പേര് വേണം ഒരാളെ താഴെത്തി. നമുക്ക് പോണക്കാട് വഴിയല്ലാണ്ട് വേറെ ഒരു മാർഗവും ഇല്ല ഇവിടെ നിന്ന് പോകാൻ. ഓക്കെ, എല്ലാവരും സിംഗിളായിട്ട് വരാം. ആരെയും തോള് കൈയിട്ടോ ചേർന്നോ വരണ്ട. സിംഗിളായിട്ട് വന്നാൽ മതി. ഒരുമിച്ച് വരണം. പോവാം. പറയാ ഇവിടുത്തെ ഹൈറ്റ് 1000 നമ്മളിന്ന് 1800 പോകണം. ഇപ്പോൾ ഹൈറ്റ് കൂടും, കാറ്റിന്റെ ശക്തി കൂടും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അവിടെ കിട്ടും. കയറണം. റിസ്ക് എടുക്കാം എന്നൊന്നും പറഞ്ഞാലും വരരുത്. ഞാൻ റിസ്ക് എടുക്കില്ല. ഓക്കെ, ഒരു കാര്യം വെള്ളം വെക്കരുത്. ആ ബോർഡൊക്കെ വായിച്ചെന്ന് ഞാൻ വിചാരിക്കും. നിശബ്ദത പാലിക്കുക. നമ്മളിനി റോഡിലേക്ക് ബഹളം എന്ന് അങ്ങനെ ബഹളം വെക്കരുത്. എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് പോയാൽ മതി. അപ്പോൾ നിലവിലത്തെ അഗസ്ത്യ റോഡിലേക്ക് യാത്രയിലാണ് ബേസ് ക്യാമ്പിൽ നിന്ന്. ഇനിയിപ്പോൾ കുറച്ച് കഠിനമായിട്ടുള്ള യാത്രയാണ്. 800 മീറ്ററോളം പീക്കിലേക്ക് കയറണം. നോക്കാം. അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം പോകുന്നതായിരിക്കും. എല്ലാവരും പോകുന്നുണ്ട്. അവസ്ഥ നോക്കാം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്താണെന്ന അവസ്ഥ അത് നോക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ മഴയ്ക്ക് സാധ്യതയുണ്ട്, നല്ല കാറ്റുണ്ട്, നോക്കിയിട്ട് പറയാം. ത്രില്ലിങ് ആണ്, നല്ല വൈബാണ്. നോക്കാം നമുക്ക് അവിടെയൊക്കെ. ഇവിടെ മുന്നിൽ ഞാൻ വന്ന സമയത്ത് ഒരു ഇവരുടെ ഈ കാടിനെ കാക്കുന്ന ദേവതയാണ് വനദേവത, വനദുർഗ എന്നൊക്കെ പറയാമല്ലോ. ഈ വനത്തിൻ്റെ ദേവതയാണ്. ഇവരുടെ അണ്ടറിൽ മാത്രമേ കളികൾ മൊത്തം നടക്കും. അതാണിത്. ഈ വനദേവതയുടെ അനുഗ്രഹം എല്ലാം വെച്ചാൽ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള യാത്രാ വിവരണങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മളെന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പക്കാ വനം, നിബിഡമായിട്ടുള്ള വനം എന്നൊക്കെ പറയില്ലേ, അതേ വൈബ്. ഫ്രണ്ടിലത്തെ വ്യൂ കാണിച്ചതാണ്. ഫ്രണ്ടിലത്തെ അവസ്ഥ നല്ലോണം വെള്ളമൊക്കെ കയറുന്ന അവസ്ഥ. എന്തുപറ്റിയേ ആ അതൊക്കെ വന്നാൽ മതി, നിർത്തിയൊന്നുമില്ല. ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ വെള്ളം വെട്ടം ഫീൽ ചെയ്യുള്ളൂ. ചില സമയത്ത് വെട്ടം മാറും, പ്രകൃതി മാറ്റങ്ങൾ വരും. ഭയങ്കര രസമാണ്. കാറ്റിൻ്റെ ശബ്ദങ്ങളെ ആണ് അവസ്ഥ. വ്ലോഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോകുന്ന വഴികൾ നല്ല ദുർഘടമാണ്, നല്ലോണം ശ്രദ്ധിക്കണം.
ശ്രദ്ധിച്ചാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. നോക്കാം എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോകാം. പോയിട്ട് ബാക്കിയുള്ള യാത്രകൾ മുന്നോട്ട് പോവാം. എന്ത് പറ്റിയിട്ടാണ് മരം തമ്മിൽ കൂട്ടിമുട്ടൂലേ? ഇല്ല, ഇതേ കുറഞ്ഞു 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 കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ പ്രകൃതി മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞില്ലേ, ആ മാറ്റങ്ങളെ കാണിച്ചു കണ്ട. ഇതാണ് പോകുന്ന ആഴ്ചയിലുള്ള വഴികൾ. പക്ക കാട്, കാടിൻ്റെ നടുവിലുള്ള ഒറ്റയാൾ പോരാട്ടം. ഒറ്റയാൾ ആളുകളുണ്ട് കൂടെ. അങ്ങനെയുള്ള യാത്ര. അഗസ്ത്യമുനിയെ കാണുമ്പോൾ നമ്മളൊരു അഗസ്ത്യൻ്റെ ലുക്കിൽ തന്നെ പോകണ്ടേ. അതൊരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്, ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോയാലും ഭഗവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെ എത്തിക്കും. നമ്മളും അതേ പരമ്പരയിൽ പെട്ടിട്ടുള്ള ആളാണ്, ശിഷ്യന്മാരുടെ പരമ്പരയിൽ പെട്ടിട്ടുള്ള ആളാണ്. നമ്മൾ അങ്ങനെ തന്നെ പോകണം. ആ യാത്ര പിന്തുടരുക, അവരിലേക്ക് എത്തുക. ഇതാണ് വഴി. ഇവിടെ മൊത്തം ഇത് കിടക്കുവാണ്. ഇന്നലത്തെ രാത്രി കാറ്റിലും മഴയിലും പെട്ട അവസ്ഥയിലാണെന്ന് തോന്നുന്നു സംഭവം. അപ്പോൾ നമ്മൾ ഇതേ വഴി ഇങ്ങനെ കയറി നിലവിൽ ഇതിലെ കയറി ഇറങ്ങി ഇങ്ങനെ ചാടി എങ്ങനെ കയറി പോകണം. കാട് നല്ല ഗംഭീര കാട്, ഒരു രസമില്ല, അസാമാന്യം. ദേ കോട പോണൊക്കെ പ്രകൃതി മാറി നോക്കൂ. പ്രകൃതിയിൽ മാറ്റം സംഭവിക്കണത്. ഗംഭീര കാഴ്ചകൾ.
പ്രകൃതിയെ ആസ്വദിച്ച് പോകാൻ ഇത് തന്നെ മുന്നോട്ട് പോകുന്നവരും പിന്നെന്താ ഓക്കെ അവസാനിച്ചില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണ കാലാവസ്ഥ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പലപ്പോഴത്തും നിന്ന് പോകാനേ പറ്റുള്ളൂ. മുന്നോട്ട് പോവാം. പോയിക്കൊണ്ടിരിക്കുന്നു മുന്നോട്ടുള്ള കാഴ്ചകൾ. ഇതാണ് കാഴ്ചകൾ. ഇല്ല, എല്ലാവരുടെയും ഭാഗമുണ്ട്. നല്ല പീക്കാണ്. പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ച് പോകാന്ന് പറയണ്ടല്ലോ, വേറൊരു തലാണ്. ഇതാണ് നിലവിൽ തോന്നുന്നു. ഇവിടം വരെ പോകാൻ തോന്നുന്നുണ്ട്. ഇതിനപ്പുറം പോകല് കണക്കായിരിക്കും.
ട്രക്കിംഗ് കഴിഞ്ഞു. താഴേക്ക് പോവാം. ശബ്ദം കുറച്ചേ നിൽക്കും, കാറ്റ് വന്ന പ്രശ്നമാണ്. താഴേക്ക് ഇറങ്ങാണ്, താഴേക്കുള്ള യാത്രയിൽ. നമ്മൾ താഴെ എത്തി. ബേസ് ക്യാമ്പ് 7ലേക്ക് എത്തി. നിലവിൽ ഇതാണ് നിലവിൽ ബേസ് ക്യാമ്പ്. നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് നമ്മളെത്തി. ഇവിടുത്തെ ഭഗവതിയാണ്. ഇവിടുത്തെ വനത്തിനെ കാക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ വനത്തിനെ കാക്കുന്ന ദേവതയാണ്. അവിടെ എത്തി. നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഈ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പിലേക്ക് എത്തും. അവിടെ ഭക്ഷണം കഴിക്കുക. അവിടെ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുക. നാളെ രാവിലെ 7 മണിക്കാകുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങും. അതുകൊണ്ട് വൈകിട്ടാകുമ്പോഴേക്കും അവിടെ എത്തേണ്ടതാണ്. ഇതാണ് നിലവിലത്തെ യാത്രാ വിവരണങ്ങൾ. ബാക്കിയുള്ള പോകുന്ന വഴിയിൽ എന്തെങ്കിലും നമുക്ക് സംസാരിച്ചിട്ട് തീർക്കുന്ന കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ പറയാം. എങ്ങനെ വന്നു, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ അവിടെ ഞാനത് വിശദമായിട്ട് പറയാം. അതുവരേക്കും ഭക്ഷണം കഴിച്ച് ഭംഗിയായിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. അങ്ങനത്തെ സംഭവം. ഓക്കെ, നമശിവായ. ഹരി ഓം. നമസ്കാരം. നമ്മൾ ഇന്നലെ 3 മണിക്ക് ഇവിടെ എത്തി. 3 മണിയായപ്പോഴേക്കും നമ്മുടെ ഈ ക്യാമ്പിലെത്തി, ഓണക്കാട്. ഇനിയിപ്പോൾ ഇവിടെ രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ വീഡിയോസൊക്കെ എന്തായാലും സമയമുണ്ട് ഇവിടെ പറയാനും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇനിയും നമുക്ക് രാത്രി ഭക്ഷണവും പിന്നെ അവിടെ ഷെഡൊക്കെ ഉണ്ട്. ഇത് ഈ കാണുന്ന ഇതൊക്കെ പോലത്തെ ഇങ്ങനെ ഷെഡുകളാണ്. ലേഡീസിനും ജെൻസിനും വേറെ സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ പുറകിൽ തന്നെ ബാത്റൂമുണ്ട്. വന്ന വഴി നമുക്ക് ചായ കിട്ടും, അതുപോലെ തന്നെ ഒരു കടിയും കിട്ടും. അത് കഴിഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങുക. 9 മണിക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യും. ടോർച്ച് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് കരുതിയിരിക്കണം എപ്പോഴും. പിന്നെ അതിനുശേഷം നമ്മൾ കഞ്ഞിയും പയറ് കിട്ടും രാത്രി ഉണ്ടാവും. കഞ്ഞിയും പയറും നല്ല കഞ്ഞിയും പയറും. അതിനുശേഷം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് 5 മണിക്ക് 5:30 ആകുമ്പോൾ എണീറ്റ് അത്യാവശ്യം പുറകുവശത്ത് ബാത്റൂമൊക്കെ ഉണ്ട്. അവിടെ പോയി ഫ്രഷപ്പ് ആവുക, അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 7:30 ആകുമ്പോൾ ഈ കാറ്റുണ്ട്, ശബ്ദം ഉണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളിനും പോവും, യാത്ര പോവും അഗസ്ത്യാറിൻ്റെ ആ വ്യൂ പോയിന്റിലേക്ക്. എത്രമാത്രം പോകാൻ പറ്റുമെന്ന് അറിയില്ല. ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്.
അപ്പോൾ പോകുന്ന വഴിയിൽ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് പറയാം. ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ, ഇതൊക്കെ നിലവിലത്തെ. ഇത് ഡോർമെട്രിയാണ്, ഫസ്റ്റ് ഡോർമെട്രി. ഇവിടുത്തെ ആളുകൾ ജെൻസിൻ്റെ. ഇവിടുന്ന് പോകുന്ന വഴിയിൽ ഇതൊക്കെ കാടാണ്. ഇവിടെ ഇങ്ങനെ ഇവിടെ ഒറ്റ ഒരു സ്പോട്ടിൽ മാത്രമേ നമുക്ക് റേഞ്ച് ഓപ്ഷൻ എന്ന് പറഞ്ഞ സാധനമുള്ളൂ. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് റേഞ്ച്, ആളുകൾ മൊത്തം നിറഞ്ഞു നിൽക്കാനുള്ള കാരണം ഇതാണ്, റേഞ്ച് പിടിക്കാൻ നിൽക്കുന്നതാണ്. നേരെ ഈ വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അടുത്ത ഡോർമെട്രിയാണ്, പുറകു ജെൻസിൻ്റെ ഇതെല്ലാം ഡോർമെട്രിയാണ്. നേരെ അതിൻ്റെ ബാക്ക് വെസ്റ്റ് ആ കാണുന്ന അവിടെയാണ് ബാത്റൂം സൗകര്യങ്ങളുള്ളത്. എന്നിട്ട് ഞാൻ എന്തായാലും ഇത് നാളെ വൈകിട്ട് ഞാൻ കാണിച്ചു തരാം. ഭക്ഷണവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്, ഒക്കെ നമ്മൾ കാണിക്കും. അതേപോലെ ഡോർമെട്രി അവസ്ഥകൾ കാണിച്ചു തരാം. ഇപ്പം ഞാനൊക്കെ കിടന്ന സ്ഥലം കാണിച്ചു തരാം. രാത്രി ഞാൻ എന്തായാലും കുറയും. അതിൽ ഇതൊക്കെയാണ് അവസ്ഥ. കുറേ ആളുകൾ അവിടെ മുതൽ ഏറ്റവും വരെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കിടന്ന് ഓരോ ഒക്കെ അനുഭവിച്ച് പോകാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പോയി മുന്നോട്ട് പോയി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിട്ട് പറയാമെന്നുള്ളതാണ്. എന്തായാലും പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. മഴയാണ്, എന്താണെന്നറിയില്ല അവസ്ഥ, ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ അതിന് മുമ്പ് ശരിക്കും അഗസ്ത്യർ മല നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റില്ലെങ്കിലും ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട് ശരിക്കും. ഈ പുറകിൽ ടെൻറ്റിന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് കേൾക്കാൻ പറ്റുന്നത് അറിയില്ല, അതിൻ്റെ പുറകിലൊരു വ്യൂ ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് കയറണേക്കാളും മുന്നേ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഇവിടുത്തെ ആണുങ്ങളൊക്കെ താമസിക്കണതിൻ്റെ സ്ഥലത്ത് ടെൻറ്റിൻ്റെ അടുത്ത് അവിടെ ആളുകൾ മൊബൈൽ റേഞ്ചുള്ള ഇവിടെ മാത്രമേ ഉള്ളൂ. ചെറിയ റേഞ്ച് ജിയോന് ഒക്കെ കിട്ടും, എയർടെല്ലിനും കിട്ടും. അപ്പോൾ ആ പോണ വഴിയാണ് ഇതൊക്കെ. ഈ വഴി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ഇങ്ങോട്ട് പോകാൻ പറ്റും, അങ്ങോട്ട് പോകരുത്. ഈ ഒരു ഇത് കണ്ടു വെച്ചോളൂ. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ അഗസ്ത്യാർമല കാണും. ഇതാണ് ശരിക്കും അഗസ്ത്യാർ ഇവിടെ മല. ആ കാണുന്ന മലയിൽ ഈ മരത്തിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഒരു വ്യൂ ആണ്. ഇതാണ് ശരിക്കും അഗസ്ത്യാർമല. നമുക്ക് നിലവിൽ തെളിഞ്ഞിട്ടില്ല, നല്ല വെളിച്ചമുള്ള സമയമാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാലും അവിടെ സാന്നിധ്യം ഉണ്ടല്ലോ, കാണാന്നുള്ളതാണ്. ഇതാണ് അടുത്ത വ്യൂ. ഷെഡ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കാണാമെന്നുള്ളതാണ്. നമ്മളിനി ചായ കുടി കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് ഇറങ്ങും. താഴേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറച്ചധികം കഥകളോട് പറഞ്ഞ് തീർക്കാറുണ്ട്. നമ്മുടെ ആ കഥകളോട് പറഞ്ഞ് തീർത്ത് നമ്മൾ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ എനിക്കത് മുകളിലുള്ള അഗസ്ത്യാർ മലയിൽ എത്താൻ പറ്റിയില്ലെങ്കിലും അവിടെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പറഞ്ഞ പോലെ ശംഖുപാറ തന്നെ പാറ എത്തിയുള്ളൂ. പൊങ്കാലപ്പാറയിൽ നിന്ന് വീണ്ടും 2 കിലോമീറ്ററോളം ഒറ്റ സ്ട്രെച്ചിൽ കാറ്റടിച്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾറെഡി മഴ, കാറ്റ്, കോട ഒക്കെ കൂടുതലായിരുന്നു. അപ്പോൾ അത് നമുക്ക് റിസ്ക്കിയാണ്. പക്ഷെ മേ ബി ഭഗവാന്റെ അടുത്ത് വരവിൽ ഭഗവാനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും വരും. പ്രകൃതി ഇങ്ങനെ ആയിരിക്കില്ല. ഈ പ്രകൃതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രകൃതിയിൽ ശ്വാസത്തിലും കാറ്റിലും, ഈ കാറ്റിൽ പോലും മഹർഷിയുണ്ട്. അത് മതി. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പോകണം. ഒരു 10-15 മിനിറ്റോളം. അപ്പോഴേക്കും ഫുഡൊക്കെ കിട്ടും. അല്ലെങ്കിൽ സമയത്ത് കിട്ടില്ലെങ്കിൽ കയറാൻ പറ്റില്ല. മുന്നോട്ട് പോകാം. നമശിവായ, ഹരി ഓം. അപ്പോൾ നമ്മൾ നിലവിൽ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു, അവിടുത്തെ പേപ്പർ വർക്കുകൾ കഴിഞ്ഞു. പക്ഷെ നമ്മളവിടെ സബ്മിറ്റ് ചെയ്ത പേപ്പർ വർക്ക് കാണിക്കുക, നമുക്ക് ഗൈഡ് വരും കൂടെ ഇറങ്ങാമെന്നുള്ളതാണ്. ഏകദേശം ഒരു 1-2 കിലോമീറ്ററോളം നമ്മൾ നടന്നു. ഞാൻ കുറച്ചധികം കാര്യങ്ങൾ പറയാൻ മറന്നു പോയിട്ടുണ്ട്. ഒന്ന്
അഗസ്ത്യ പരമ്പരയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. 18 സിദ്ധഗുരുക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധരാണ് അഗസ്ത്യർ. അഗസ്ത്യാനുബന്ധമായിട്ടുള്ള കഥകൾ ഞാൻ 1-2 എണ്ണം പറഞ്ഞു. അതിൽ അഗസ്ത്യരുടെ ഗൃഹസ്ഥാശ്രമിയായിരുന്നു അഗസ്ത്യർ. ശരിക്കും അഗസ്ത്യരുടെ തപശക്തി കൊണ്ട് അഗസ്ത്യർ തന്നെ ദേവിയെ സൃഷ്ടിച്ചു എന്ന് പറയാം എന്നാണ് എൻ്റെ ഒരു ഇതിട്ടാ ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ സൃഷ്ടിച്ച ഒരു ഭഗവതിയാണ് ലോപാമുദ്ര. സാക്ഷാൽ ലളിത ത്രിപുരസുന്ദരി തന്നെയാണ്, ലളിതാംബിക തന്നെയാണ്. അപ്പോൾ ലോപാമുദ്രനെ സൃഷ്ടിച്ചിട്ട് ആ മകളെ, ആ കുട്ടീനെ വിഭർഗ രാജാവിന് ഇത് കൊടുക്കുകയാണ്, വളർത്താൻ കൊടുക്കുകയാണ്. ശരിക്കും മക്കളില്ലാത്ത ദുഃഖത്താലാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ആ സമയത്ത് വലുതാവുന്നതിന് ശേഷം ആ കുട്ടീനെ തന്നെ അഗസ്ത്യർ കല്യാണം കഴിക്കുകയാണ്, മംഗല്യം കഴിക്കുകയാണ്. ലോപാമുദ്ര. അങ്ങനെ അവരുടെ ആ കല്യാണ ജീവിതവും ഗൃഹസ്ഥാശ്രമവും സംഭവിക്കുന്നത്. പിന്നീട് ഒരു കുട്ടി ഉണ്ടാകുന്നു, ദൃഢസ്യു എന്ന് പറയുന്നൊരു കുട്ടിയാണ്. ദൃഢസ്യു ഒരു പുത്രനുണ്ടായിരുന്നുണ്ട്. അതൊക്കെ അഗസ്ത്യാനുബന്ധമായിട്ടുള്ള കഥകളാണ്. മുന്നിലുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ പിന്നെ അഗസ്ത്യയെക്കുറിച്ചുള്ള വേറൊരു കഥ, വാതാബി, ഇൻവലൻ എന്ന് പറഞ്ഞൊരു 2 അസുരന്മാരുണ്ടായിരുന്നു. ഇവരുടെ ഒരു ഹോബി എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിച്ച് ഇവരെ കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഹോബി. ആ ഹോബി എന്താണെന്ന് വെച്ചാൽ ഇവർ ബ്രാഹ്മണരുടെ വേഷം കെട്ടിയിട്ട് ഇവർ ആളുകളെ വീട്ടിലേക്ക് സ്വീകരിക്കുമല്ലോ. സ്വീകരിച്ചിട്ട് ഇവർ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ആ വാതാബി ഭക്ഷണം കൊടുക്കും. ഇൻവലൻ എന്താ, ഇവർക്ക് അങ്ങനത്തെ ഒരു വര ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഇവർ ഇൻവലൻ എന്ത് ചെയ്യും, ഇൻവലല്ല വാതാബീൻ്റെ അകത്തേക്ക് കയറും. ഈ ചോറിൽ കൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ അകത്തേക്ക് കയറിയിട്ട് ഇവരുടെ വയറ് പൊളിഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് ചാടി ഇവർ മരിക്കും. അങ്ങനെയാണ് അതാണ് കഥ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അഗസ്ത്യമുനി ഇങ്ങനെ പോകുന്ന സമയത്ത് അഗസ്ത്യമുനിയെ അവർ സ്വീകരിച്ച് അവർ ഭക്ഷണം കൊടുത്തു. അപ്പോൾ വാതാബി ഇൻവലൻ ഇവർ തമ്മിൽ ഭക്ഷണം കൊടുക്കുന്നു, ഒരാൾ അകത്തേക്ക് കയറുന്നു. അപ്പോൾ ഇൻവലൻ ചോദിക്കും, വാതാബി പുറത്തേക്ക് ആടുന്ന് പറയുന്ന സമയത്ത് അഗസ്ത്യർക്ക് ഇതൊന്നും കാണാത്ത മനുഷ്യനല്ലല്ലോ. അപ്പോൾ അങ്ങനെ അഗസ്ത്യർ പറഞ്ഞു, അയ്യോ വാതാബി ദഹിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത്രയും കഴിവുണ്ടെന്ന് കാര്യം. എത്ര ആൾ വന്നാൽ പോലും ఎంత രീതിയിലുള്ള സിദ്ധിയുള്ള ആളാണെന്നാണ് ആലോചിക്കണേ. അപ്പം അങ്ങനെ അവരുടെ അഹങ്കാരം ശമിപ്പിക്കാൻ പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ദഹിപ്പിക്കാനുള്ള കഴിവ് പോലും, ഒരാൾ വന്ന് അകത്ത് കയറിയ പോലും ദഹിപ്പിക്കാനുള്ള കഴിവ് അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ആളായിരുന്നു അഗസ്ത്യർ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കഥകൾ അങ്ങനെയുണ്ട്. അഗസ്ത്യരുടെ ചരിത്രങ്ങൾ കുറച്ചൊക്കെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ആക്ച്വലി ശരിക്കും ഇത് അഗസ്ത്യർ ഇവിടെ ദക്ഷിണേന്ത്യയിലേക്ക് വരാനുള്ള കാരണമുണ്ട്. ഏകദേശം നമുക്കൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ തക്ക രീതിയിലുള്ളൊരു കഥയുണ്ട്. അതെന്തായാലും ഞാൻ കുറച്ച് പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുവരെ കുറച്ചൊന്ന് നടക്കട്ടെ. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, വെള്ളമൊഴുകുന്ന ശബ്ദം കേൾക്കാലോ. കണ്ണടച്ചാൽ കാതോർക്കുന്ന ശബ്ദങ്ങളാണ്. വേറെ എവിടെയും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ, ശബ്ദങ്ങളല്ല. അതൊരു അനുഭവം. കുറേ യാത്രകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ശബ്ദത്തിലൊന്ന് കാതോർക്കുക, ബാക്കിയൊക്കെ വരും. അപ്പം അങ്ങനെ അവിടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അങ്ങനൊരു കാഴ്ച കാണിച്ചു തരാം. ഈ പോകുമ്പോൾ കാണുന്ന കാഴ്ച വണ്ടർഫുൾ എക്സ്പീരിയൻസ് ത്രൂ എന്ന് പറയില്ലേ. നമ്മൾ കയറിയപ്പോഴുള്ള കാഴ്ചകളൊക്കെ തന്നെ, പക്ഷേ ഇറങ്ങുമ്പോഴും കഴിയുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണല്ലോ, കാഴ്ചകളാണ്. അത് കാണേണ്ട തന്നെയാണ്. മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള കഥകൾ പറയുന്നതായിരിക്കും. നമഃശിവായ. ഏകദേശം കുറച്ച് ദൂരം നടന്നു. അരയിലുണ്ടായിരുന്ന കെട്ടൊക്കെ താഴെ മുകളിലേക്ക്. പല ഉപകാരങ്ങളുണ്ട് ഈ മുകളിൽ കെട്ടിയിരിക്കുന്ന ഇത് വെച്ചിട്ട്.
ഒന്ന് ഞാൻ യാത്രയിൽ ചിലപ്പോൾ ഇത് മാത്രമേ എടുക്കുള്ളൂ. കുറച്ചുകൂടി ഫ്രീ ആണ് നമ്മൾ, കുറച്ചുകൂടി വേറെ ബാണ്ടക്കെട്ടുകളൊന്നും ഇല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് പോകും. താഴെ നമുക്ക് ഈ ലഗേജ് വയ്ക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ തലയിൽ കെട്ടാം, അരയ്ക്ക് മുറുകെ കിട്ടാം, നല്ല ബലം കിട്ടാൻ, നടുവിന് നല്ല ബലം കിട്ടാൻ, അങ്ങനെ പല രീതിയിൽ നമുക്കിത് ഉപകാരപ്രദം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് വന്ന കഥ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിക്കും അഗസ്ത്യർ ഇവിടെ എത്തി എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സ്ഥലം കാണാം കേട്ടോ, വ്യൂ, ദിസ് ഈസ് എ വ്യൂ, അടിപൊളിയല്ലേ. അപ്പോൾ എങ്ങനെ അഗസ്ത്യർ ഈ സ്ഥലത്ത് എത്തി എന്നുള്ളതാണ്. അഗസ്ത്യർ ശരിക്കും പറയണം, അത് ശരിക്കും ആദിയോഗിയായിട്ടുള്ള ശിവൻ തന്നെ അവൻ്റെ അനുബന്ധമായിട്ടുള്ള കഥകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പോകുന്ന വഴിയിലുള്ള കാഴ്ച എന്നെ കണ്ട് നിങ്ങൾക്ക് മടുത്തുണ്ടാവും. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കണ്ട് നിങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ ആദിയോഗിയായിട്ടുള്ള ശിവനിൽ നമുക്ക് തുടങ്ങാം. ശരിക്കും ഒരു 19 വയസ്സുള്ളൊരു കുട്ടി, ഒരു യുവത്വം തുടിക്കുന്ന ഒരു കുട്ടി, സ്വർണ്ണ നിറം എന്ന് പറയാം. അദ്ദേഹം ഹിമാലയത്തിന് താഴ്വരയിൽ ഒരു കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മെഡിറ്റേഷൻ തപസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങളിരുന്നു, കുറച്ച് നാളുകളായി. അപ്പോൾ ആളുകൾ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല, കാരണം ഇതൊക്കെ സ്വാഭാവികമാണല്ലോ, ഇവിടെയൊക്കെ സംഭവിക്കൊണ്ടിരിക്കുന്ന. പിന്നെ മാസങ്ങളായി കഴിഞ്ഞപ്പോൾ അപ്പോഴും വലിയ ഇതുണ്ടായില്ല. പിന്നെ അത് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ആളുകൾക്ക് ഇത് തുടങ്ങി, ഇവൻ നിസ്സാരക്കാരനല്ല. അപ്പോൾ ഇപ്പം എന്ത് ചെയ്തു, ആളുകൾ ചുറ്റും കൂടിയിരിക്കാൻ തുടങ്ങി. കാരണം ഇത് എന്താണെന്ന് അറിയണമല്ലോ, ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ. അപ്പം അങ്ങനെ കൂടിയിരുന്നിട്ട് കുറേ ആളുകൾ, കുറേ 1000-10,000 പേര് വട്ടം കൂടി. അപ്പോഴും ഈ പറയുന്ന കുട്ടി കണ്ണ് തുറക്കണില്ല. അപ്പോൾ പിന്നെ അത് പിന്നെ വർഷങ്ങൾ കഴിയണം. അപ്പോൾ കുറേ പേര് തോന്നി ഇതിനിപ്പോൾ എനിക്കൊന്നുമില്ല, കുറച്ചാൾ കഴിയുമ്പോൾ ചിലപ്പോൾ സമാധിയാവും എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, അപ്പോൾ കുറേ പേരൊക്കെ പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ വർഷങ്ങളോളം കഴിഞ്ഞു. അപ്പോൾ 10,000 എന്നുള്ളത് അതൊരു 5,000 ആയി. ഞാനൊരു എസ്റ്റിമേറ്റ് കണക്ക് വെറുതെ പറയണം കേട്ടോ, പക്ഷേ ആളുകൾ കുറഞ്ഞു വരണു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറഞ്ഞ് ഒരു 5,000, 1000, അത് 500ആയി, അത് 100ആയി. പിന്നെ വെള്ളച്ചാട്ടം കണ്ടേ, വെള്ളം പോണുണ്ടോ? ഇതിൻ്റെയൊക്കെ ഉത്ഭവസ്ഥാനം നോക്കിക്കോട്ടെ. വരുന്ന ചെറിയ ചാലാണ്, ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന ചാലാണ് കേട്ടോ. ഇതൊന്ന് കഴിയട്ടെ. അപ്പോൾ അങ്ങനെ എന്തായി, അപ്പോൾ 500 എന്നുള്ളത് 100 പേരായി, 100 എന്നുള്ളത് 50ആയി. അവസാനം അത് 7 പേരായിട്ട് ചുരുങ്ങി. ഓക്കെ,
അങ്ങനെ 7 പേരായി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ചെറിയ ആളൊന്നല്ല, നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തുടങ്ങി. കുറേ വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു, അവരും കൂടെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി കണ്ണു തുറന്നു. അവൻ അപ്പോഴും പ്രായമാവണില്ല കേട്ടോ. അതങ്ങനെ സംഭവം ഉണ്ടേ. നിങ്ങൾ വിചാരിക്കും അയ്യോ കുട്ടിക്ക് പ്രായം ഉണ്ടാവില്ലേ, എന്നാൽ കുട്ടി എന്ന് പറയണ അങ്ങനെയല്ല. സ്റ്റിൽ ഹീസ് യങ്, സ്റ്റിൽ ഇപ്പോഴും വേണമെങ്കിൽ 19 വയസ്സ് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ചെരുപ്പേണ്ടൊക്കെ കൊണ്ടേ നോക്കിയെടുക്കാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായി, 7 പേര് അതൊക്കെ എന്നെ കണ്ണു തുറന്നു. കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്ന 7 പേര് വട്ടം ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ദക്ഷിണാമൂർത്തി സ്വരൂപമായിട്ടുള്ള ശിവൻ തന്നെയാണ് ഇരുന്നതും ചുറ്റുമിരിക്കുന്നത് സപ്തഋഷികളായിട്ടുള്ള 7 പേരാണെന്ന് മനസ്സിലായി. അപ്പോൾ അവരുടെ അടുത്ത് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേറെ ഒന്നും പറയാനില്ല, വിദ്യകൾ, പരമമായിട്ടുള്ള വിദ്യകൾ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ മോക്ഷവിദ്യ, എന്ത് വിദ്യ ആയിക്കോട്ടെ, എല്ലാ സകലമാന വിദ്യകളും പിന്നീട് ആ ആദിയോഗി ഈ പറയുന്ന 7 പേർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയും. ഓക്കെ, ആ 7 പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോവുക, നാനാഭാഗത്തേക്ക് പോയിട്ട് ഈ അറിവുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക്, വെസ്റ്റേൺ ഗാഡ്സ്, പശ്ചിമഘട്ടത്തിലേക്ക് വന്ന മഹർഷിയാണ് അഗസ്ത്യ മഹർഷി ആണ്. അങ്ങനെയാണ് അഗസ്ത്യ മഹർഷി ഇവിടെ വരികയും പിന്നീട് ഇവിടേക്ക് ഇവിടെ കളരിപ്പയറ്റ്, സിദ്ധവൈദ്യം, യോഗം, അങ്ങനെ തമിഴ്, വ്യാകരണം, സാഹിത്യം, എന്തുമായിക്കോട്ടെ, കളരിപ്പയറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്, ഇവിടേക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടേക്ക് വന്ന് ഇവിടെ ആസ്ഥാനമായിട്ടുള്ള ഈ ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അഗസ്ത്യാർകൂടത്തിൽ അഗസ്ത്യമലയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അഗസ്ത്യമുനി നമ്മുടെ ഇവിടുത്തെ ഒരു പരമ്പരയിലെ ഏറ്റവും ഏതൊക്കെ വിദ്യകൾ നിങ്ങൾ അഭ്യസിച്ച് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കുറേ വിദ്യ, തന്ത്രവിദ്യ ആയിക്കോട്ടെ, മന്ത്രമായിക്കോട്ടെ, സിദ്ധമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എത്തുമ്പോൾ അഗസ്ത്യർ അതിൻ്റെ ഒരു പരമ്പരയിൽ വരും. ശ്രീവിദ്യ ആയിക്കോട്ടെ, ശ്രീവിദ്യയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിലവിൽ ശരിക്കും വരാനുള്ള കാരണം. പല കഥകൾ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കുള്ള കഥ ഞാൻ മനസ്സിലാക്കിയത് ലോജിക്കലി കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള കഥകൾ ഇതായിരിക്കും. ഇതാണ് നിലവിൽ മഹർഷിയുടെ വരാനുള്ള കാരണം. അപ്പോൾ അങ്ങനെയുള്ള കഥകൾ കൂടെ നമ്മൾ കടന്നുപോയി. ഇനി അറിയില്ല, ഇനി വീഡിയോ പിടിക്കാൻ പറ്റുന്ന അറിയില്ല, നോക്കാം. കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു. പോകുന്ന വഴികൾ 16 കിലോമീറ്റർ നമ്മൾ ഫസ്റ്റ് ബോണക്കാട് എത്തണം, ട്രക്ക് ചെയ്യണം. വഴികളെല്ലാം നിങ്ങൾ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ട്രക്ക് ചെയ്യണം. നമുക്ക് ശംഖുപാറ എന്ന് പറഞ്ഞ പാറ വരെ എത്താൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്നാണ് പിന്നെ പൊങ്കാലപ്പാറ, പിന്നെ അവിടെ നിന്ന് വീണ്ടും ട്രക്ക് ചെയ്യണം. 3 കിലോമീറ്റർ ട്രക്ക് ചെയ്താൽ അഗസ്ത്യമുനിയുടെ എത്താൻ പറ്റിയില്ലല്ലോ. സാരമില്ല, പോകുന്നവരെല്ലാം അഗസ്ത്യമുനിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ്. കണ്ണടച്ചാൽ അമ്മേന്ന് വിളിച്ചാൽ മതി, ഭഗവതി എന്ന് വിളിച്ചാൽ ഭഗവാൻ കേൾക്കും, മഹർഷി കേൾക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയുണ്ടായിരുന്നു. ഇതാണ് നിലവിലത്തെ യാത്രാനുഭവങ്ങൾ. എന്തായാലും താഴെ എത്തുമ്പോൾ വൈൻഡപ്പ് ചെയ്യുക. നിലവിൽ കുറച്ചുകൂടി യാത്ര നമ്മൾ ഒരു ബേസ് ക്യാമ്പ്, ഒരു ചെറിയൊരു ഇത് എത്തിയിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. അതുകൂടി കാണിച്ചു തരാം. അങ്ങനെ നടന്ന് നമുക്കിവിടെ എത്താൻ പറ്റും. ഇവിടെ ഒരു റെസ്റ്റ് ക്യാമ്പുണ്ട്, അട്ടയാർ റെസ്റ്റ് ക്യാമ്പ്, റെസ്റ്റ് ഷെഡ്. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം, നല്ല കാര്യങ്ങളൊക്കെ. അതിനുശേഷം സാവകാശത്തിൽ പതിയെ നടന്നാൽ മതി, ധൃതി പിടിക്കണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള യാത്രകൾ പോകുന്ന വഴിയില്ല. നമഃശിവായ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചെത്തിയിരിക്കണു, ബേസ് ക്യാമ്പിലേക്ക് എത്തി. ഏകദേശം 2 മണിയാണല്ലോ, 2 മണി. 7 മണിക്ക് ഇറങ്ങിയിട്ട് 8 മണിക്ക് ഇറങ്ങിയിട്ട് 2 മണിക്ക് എത്തി. 6 മണിക്കൂർ കൊണ്ട് ഏകദേശം ഇതിലൊന്ന് ഭംഗിയായിട്ട് ഇറങ്ങായിരുന്നു, സ്പീഡിൽ ഇറങ്ങി എത്താമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഏറ്റവും ഫ്രണ്ടിലേക്ക് നമ്മളിങ്ങനെ കയറുവാണ്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സാർ നമുക്ക് അവസാനം എത്താൻ പറ്റിയില്ല, എന്നാൽ പോലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അത്രയും എത്തിയെങ്കിലും അത് മതി. അത്രയും ആസ്വാദനവും
അനുഭവം ഉണ്ടായിരുന്നു. അത് മതി, വേറൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അഗസ്ത്യമല യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി അടുത്ത യാത്രയിൽ വീണ്ടും വേറൊരു സ്ഥലത്ത് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഒരുമിച്ചല്ല, ഒരു യാത്രയിൽ ഒരുമിച്ചാണല്ലോ. എൻ്റെ വീഡിയോസെല്ലാം അങ്ങനെയാണ്, ഞാൻ പോകുന്ന പോലെ നിങ്ങൾ പോകണം, അതാണ് യാത്രയിൽ കൂടെ അനുഭവം. അപ്പം അങ്ങനെ വീണ്ടും സന്ധിക്കും വരെ വണക്കം. യോഗിയാന യാത്ര. നമസ്തേ, നമ ശിവായ, ഹരി ഓം.